ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് ഒരു കത്തിരിക്കയും പിന്നെ ഒരു 2-3 മുട്ട ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒന്ന് എടുക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഒന്നിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒരുപാട് കൂടി പോകരുത് കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടാണ്. ഈ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി അല്ലിയാണ് ചേർക്കുന്നത്. അരിയുന്നൊന്നുമില്ല, അതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വലിയ വെളുത്തുള്ളി അല്ലിയാണ് ഉള്ളതെങ്കിൽ ഒരു 2-3 ആയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്കൊരു 8-9 കുഞ്ഞുള്ളി എടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അത് നല്ല വലിയ കുഞ്ഞുള്ളി ആയിരുന്നു കേട്ടോ, 8-9 ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 10-15 ഒക്കെ എടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ഇട്ട് കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി ആ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതാണ്ട് കുഞ്ഞുള്ളിലേക്ക് ഒന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ, കളറൊന്നും മാറിയിട്ടില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു കത്തിരിക്ക ഉണ്ടല്ലോ, അത് ഇതുപോലെ അത്യാവശ്യം നീളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ചേർക്കാം. നമ്മുടെ പച്ച കളറിലിരിക്കുന്ന ഇതിന് തന്നെ നമ്മുടെ നാട്ടിൽ വഴുതനങ്ങയെന്ന് കത്തിരിക്ക എന്നൊക്കെ പറയും. വഴുതനങ്ങ ഏതാണെന്ന് മനസ്സിലാവണമെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും. മറ്റേ പച്ച കളറിലിരിക്കുന്ന കുറച്ചുകൂടെ നീണ്ട ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ വഴുതനങ്ങയ്ക്ക് പകരം വെണ്ടയ്ക്ക വെച്ചുണ്ടാക്കാം, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കത്തിരിക്കയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ആ വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഞാനൊരു 3/4 കപ്പോളം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ദാണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കത്തിരിക്കയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പിലും താഴെ വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയം ഞാനൊരു 1/2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് ഫസ്റ്റ്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ കറിയുടെ തിക്നെസ്സും ഒക്കെ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചൂടുവെള്ളമൊന്നും അല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിവെള്ളം ഒരു 1/2 കപ്പിലും താഴെയായിട്ട് ഉണ്ട്. അപ്പം അതും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഒഴിച്ച് കൊടുത്ത ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സാക്കി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടെ ഒഴിക്കാം. അപ്പോൾ ഞാനൊരു 3 മുട്ട അതുപോലെ തന്നെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയൊക്കെ എടുക്കാം. ഞങ്ങളിവിടെ 3 വരെ ഉള്ളതുകൊണ്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളൂ. ഇനി അത് ഒന്ന് ഇളക്കി ഒന്നും ചെയ്യാതെ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചേക്കണം കേട്ടോ. ഇപ്പം കണ്ട ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ദാണ്ട് ഇവിടെ
കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ കത്തിരിക്കയും നമ്മൾ മുട്ടയൊക്കെ ചേർത്തുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പുളിപ്പും എരിവും ഒക്കെ ആയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.